ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തേങ്ങ അരച്ച മീൻ കറിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് 2 വലിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ വേവാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്തോ നോക്കട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടി ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അയില, മത്തി, അങ്ങനെ ഏത് മീനും ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിന്ന് മാന്തളാണ് കിട്ടിയിട്ടുള്ളത്. മാന്തൾ ഇട്ട് കൊടുക്കാം. മാന്തളിന് അധികം വേവൊന്നുമില്ല. ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി തിളച്ച് വരട്ടെ. ഇത് ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കറി അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിനായിട്ടൊരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.